और आगे का समय प्रभु का दास को देते हैं। प्रभु का दास को परमेश्वर इस्तेमाल करे। Praise the Lord. जय मसीह। ആമേൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. परमेश्वर को धन्यवाद करता हूँ। നമ്മുടെ ആയുസ്സിൽ ഇങ്ങനെ ഒരു സൗഭാഗ്യം കൂടെ നമുക്ക് ലഭിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. हमारे जीवन में एक और अवसर प्रभु के चरणों में वचन सुनने के लिए मिला, इसलिए मैं प्रभु को धन्यवाद करता हूँ। ആമേൻ. ഇന്ന് രാത്രികാലവും നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. आज रात को हमको आशीष देने के लिए हमारे को छुटकारा देने वाला पिता परमेश्वर हमारे बीच में है। ആമേൻ. നാം പ്രാർത്ഥനയോടെ ദൈവത്തിൽ നമുക്കായിരിക്കാം. हम प्रार्थना के साथ प्रभु के चरणों में होने पाए। ഈ ദിവസങ്ങളായി ഞാനൊരു വിഷയം പ്രത്യേകം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. मैं इन दिनों में एक विषय के ऊपर बड़े गहराई से विचार कर रहा हूँ। അത് 1 കൊരിന്ത്യർ 10:5 എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നൊരു വാക്യമുണ്ട്. हालेलुया। पहला कोरिन्थी 1:10 में है, फिर भी 10:5 में, पहला कोरिन्थी 10:5 में, फिर भी उन सभी लोगों में प्रभु का प्रसन्न नहीं हुआ। അതിന്റെ കാരണം ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ദൈവവചനം ധ്യാനിച്ചപ്പോൾ എന്തുകൊണ്ട് അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു. मैं इसके बारे में ये सोच रहा था, परमेश्वर ने उनमें के बहुतेरों से प्रसन्न ना हुआ, ये क्या कारण है उन पर प्रसन्न? क्योंकि ये इस्राएली लोगों के ऊपर बारे में बता रहा है, वो 60 लाख से अधिक लोगों को मरुस्थल से प्रभु निकाल लाया, वो प्रभु का गुलामी से, लेकिन वो 40 साल मरुस्थल में फिरने के बाद उसमें से बहुतेरे लोग 20 साल के बड़े जो 40 साल पहले निकले थे, सभी लोग उसी मरुस्थल में खत्म हो गया। ऐसा क्यों हुआ करके मैं बड़ा ध्यान से वचन को छानबीन कर रहा था। അതിനെപ്പറ്റി ഇന്ന് ഞാൻ സംസാരിക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ മറ്റൊരു ദിവസം ആകട്ടെ. എന്തുകൊണ്ട് ദൈവപ്രസാദമുള്ള ഒരു ജീവിതം എന്തുകൊണ്ട് നമുക്ക് കഴിക്കുവാൻ നാം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നാം അറിയേണ്ട കാര്യം. आज मैं उस विषय में नहीं चर्चा करना चाहता हूं, लेकिन हमारे जीवन में परमेश्वर की प्रसन्न वाला एक जीवन हम बिता पा रहा है कि नहीं, ये है हमारे को विचार करने वाली बात। നാം പ്രാർത്ഥിക്കുന്നവരാണ്, നാം ഉപവസിക്കുന്നവരാണ്, നാം കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ഇതെല്ലാം ശരിയാണ്. എന്നാൽ നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും നമ്മുടെ പ്രവർത്തനത്തിലും ദൈവപ്രസാദമുണ്ടോ എന്നുള്ളത് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. हम संगति में आते हैं, प्रार्थना करते, उपवास करते हैं, दशमांश देते हैं, हम एक अच्छे से जो हो सकता है अच्छे जीवन जीने के लिए कोशिश करते हैं, लेकिन हमारे जीवन में प्रभु की प्रसन्नता होता या नहीं, ये हमको ध्यान करना है। ദൈവം പ്രസാദിക്കാത്തതായ ആരാധനയും പ്രാർത്ഥനയും ശുശ്രൂഷയും ഒക്കെ ആണെങ്കിൽ നാം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോയതുപോലെ നമുക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. जैसे अगर परमेश्वर की ना प्रसन्न वाला आराधना अगर हमारे जीवन में होगा, तो इस्राएली लोग जैसे उस मरुस्थल में खत्म हो गया, उसी जैसा हम भी ये अनंत काल का जीवन से दूर हो सकता है। അവർക്ക് വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. उनकी वायदा का जगह कनान देश में उन लोगों में से बहुत लोग नहीं पहुंच पाया। 20 വയസ്സിന് മേലോട്ടുള്ള അന്ന് യാത്ര തിരിച്ചവരിൽ കേവലം 2 പേര് മാത്രമേ ആ വാഗ്ദത്ത കനാനിൽ എത്തിയുള്ളൂ. इतिहास के अनुसार 60 लाख से अधिक लोग इकट्ठे होकर निकले थे, उसमें से 20 साल के बड़े जो लोग होते थे, जो जब निकलते वक्त 20 साल से बड़े जो होते थे, उनमें से 2 लोग यहोशुआ और कालेब के अलावा कोई भी लोग उस कनान देश में, वायदा का देश में नहीं पहुंच पाया। എത്ര ദുഃഖകരമായ ഒരവസ്ഥയാണത്. कितना बड़ा दुख की अवस्था है वो। പ്രൈസ് ദി ലോർഡ്. അതിനെപ്പറ്റി കർത്താവ് അനുവദിച്ചാൽ ഇനി
മറ്റൊരു ദിവസം നമുക്ക് ചിന്തിക്കാം. മാത്രമല്ല എനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ പലതുണ്ട്. ഷുഗറിന്റെ അസുഖം ഉള്ളത് കൊണ്ട് പലപ്പോഴും ഷുഗർ പെട്ടെന്ന് ഡൗൺ ആകുന്നത് കൊണ്ട് അങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് തുടർന്ന് എത്ര നാള് നിങ്ങളോടൊപ്പം ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വചനം ശുശ്രൂഷിക്കാനും ഇടയാകുമെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. നമുക്ക് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാൻ ദൈവം സകലതും അറിയുന്നുവല്ലോ. परमेश्वर की दास बता रहा है कि अपनी शारीरिक कमजोरी की वजह से मैं बहुत दुखित हूं, क्योंकि उनको शुगर का लेवल कभी कभी बहुत डाउन हो जाता है। इसलिए मालूम नहीं परमेश्वर कब तक मुझे इस्तेमाल करेगा, लेकिन जब तक मैं इस्तेमाल होगा आपके बीच में वचन बोलूंगा। और जो वचन अभी हम बोल रहे थे उनका कनान राष्ट्र में जो प्रवेश ना उसके बारे में कोई और दिन प्रभु मुझे मौका देगा तो मैं बताऊंगा। പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ച അതേ വിഷയം തന്നെ കംപ്ലീറ്റ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം വായിക്കാൻ ആഗ്രഹിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദയവേത് ആരെങ്കിലും വായിച്ച് സഹായിക്കണം. हालेलुया। मरकारे सुसमाचार 16 अध्याय 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ 1 से 6 तक पढ़ेंगे। जब सब्त का दिन बीत गया तो मरियम मगदलीनी और याकूब की माता मरियम और सलोमी ने सुगंधित वस्तुएं मोल ली की आकर उस पर मले। सप्ताह के दिन के पहले दिन बड़े भोर जब सूरज निकला ही था, वे कब्र पर आई और आपस में कहती थी, हमारे लिए कब्र के द्वार पर से पत्थर कौन लुढ़काएगा। जब उन्होंने आंखें उठाई तो देखा कि पत्थर लुढ़का हुआ है, वो बहुत ही बड़ा था। कब्र के भीतर जाकर उन्होंने एक जवान को श्वेत वस्त्र पहने हुए दाहिनी ओर बैठे देखा और बहुत चकित हुए। उसने उनसे कहा, चकित मत हो, तुम यीशु नासरी को जो क्रूस पर चढ़ाया गया था ढूंढती हो। वो जी उठा है, यहाँ नहीं है। देखो, यह वही स्थान है जहाँ उन्होंने उसे रखा था। പ്രൈസ് ദി ലോർഡ്. വളരെ ചിന്താഭാരത്തോടെ യേശുവിന്റെ കല്ലറയിലേക്ക് കടന്നു ചെന്ന 3 സഹോദരിമാരെ പറ്റി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. बड़े विचार के साथ प्रभु की खबर के पास पहुंचा हुआ 3 स्त्रियों के बारे में है यहाँ हम जो पढ़ रहे थे। അത് 1-ാം വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിന്റെ അമ്മ മറിയ, ശലോമി, ഈ 3 പേരാണ് യേശുവിനെ അവനെ പൂശേണ്ടതിന് സുഗന്ധവർക്കം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ സമയം കല്ലറയിൽ ചെന്നതായിട്ട് നാം വായിക്കുന്നു. यहाँ हम देखे हैं वो तीनों बेटियों का नाम मगदलीनी मरियम, याकूब की मादा मरियम और शलोमी ने हफ्ता के पहले दिन ही सुगंध वस्तुओं को मोल लेकर यीशु मसीह के कब्र के पास पहुंच गया। അവർ വലിയൊരു വിഷയവുമായിട്ടാണ് പ്രയാസത്തോടാണ് അവിടെ കടന്നു പോകുന്നത്. वो लोग बड़े विचार के साथ सोच के साथ कब्र के पास पहुंच रहा है। കാരണം ഇവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം അടക്ക സമയം ഇവരവിടെ ഉണ്ടായിരുന്നവരാണ്. അവർ ആ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടവരാണ്. ये लोग यीशु मसीह के क्रूसीकरण को देखा हुआ है और यीशु मसीह को कब्र पे रखते हुए ये लोगों ने देखा था। അവരുടെ വിഷയം ആർ നമുക്ക് വേണ്ടി വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി കളയും. उनका जो विचार है उस तरह बहुत सुबह सुबह सुगंध वस्तुओं को लेकर यीशु मसीह की लोथ को लगाने के लिए जा रहा है। उनका विषय ये है, हमारे लिए कब्र में से पत्थर कौन लुटाएगा। അവരുടെ കാരണം അത് പറയാൻ കാരണം അവര് കർത്താവായ യേശു ക്രിസ്തുവിനെ പൂശേണ്ടതിന് സുഗന്ധവർഗം ഒരുക്കിക്കൊണ്ടാണ് പോയത്. क्योंकि उनकी हाथ में बहुत बड़ा महंगा वाला सुगंधित वस्तुएं रखे हुए हैं। പ്രൈസ് ദി ലോർഡ്. അത് ശരീരത്തിൽ പൂശണമെങ്കിൽ അകത്ത് പ്രവേശിച്ചേ മതിയാവും, കല്ലറയ്ക്കൽ പ്രവേശിക്കണം. अगर उसको यीशु मसीह की लूथ पर लगाना है तो वो कब्र के अंदर घुसना पड़ेगा। എന്നാൽ അവര് കണ്ടത് വലിയ ഒരു കല്ല് ഉരുട്ടി കല്ലറയ്ക്കൽ വെച്ചത് കണ്ടിട്ടാണ് ഇവര് മടങ്ങിപ്പോയത്. उनके विचार में
उनके विचार में ये था कि कल परसों जब ये लोग यीशु मसीह की कब्र को अंदर यीशु मसीह की लाश को जब रख रहा था, बहुत बड़ा एक पत्थर कब्र के सामने रख दिया था कि क्योंकि सेना लोग सब मिलकर रखा था कि यीशु मसीह को लाश को कोई उठाकर ना ले जाए। ഈ കല്ലെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് ചെറുതായിട്ട് അതിന്റെ വിവരം തരാം. കാരണം 2019 ഞാൻ ഈ കല്ലറ പോയി കണ്ടതാണ്. അവിടെ ഈ കല്ലറയ്ക്കൽ വെക്കുന്ന കല്ലും ഞാൻ കണ്ടതാണ്. നമ്മുടെ നാട്ടിലെ കാളവണ്ടിയുടെ വീല്, നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന കാളവണ്ടിയുടെ വീലിന്റെ വലുപ്പത്തിലുള്ളതായ വലിയതായ ഭാരമുള്ളതായ ഒരു ചക്രം മാതിരിയുള്ള ഒരു കല്ലാണ് ഈ കല്ലറയുടെ വാതിലുകൾ ഉരുട്ടി വെച്ച് അതിനെ അടയ്ക്കുന്നത്. हालेलुया। यहाँ 2019 में मैं खुद यीशु मसीह की खबरों को देखने के लिए हालेलुया गए थे, यरूशलेम में गए थे। वहां हम देखे जो बैलगाड़ी का जो चक्र होता है, जो व्हील होते हैं, उसी जैसा एक चक्र की तरह एक बहुत बड़ा भारी पत्थर है जो कब्र के सामने, वो हटाकर वहां अभी तक वही है वो पत्थर। ആ കല്ലെന്ന് പറഞ്ഞാൽ 3, 4, 10 പേർക്ക് ഉരുട്ടി നീക്കാൻ കഴിവുള്ളതല്ല, അത്രയ്ക്ക് ഭാരമേറിയ കല്ലാണ്. ये वो जो पत्थर है, एक दो व्यक्तियों से हट नहीं सकता, बहुत बड़ा वजन वाला पत्थर है। പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇതായിരുന്നു അവരുടെ ചിന്താ വിഷയം. ये था उनका विचार। എന്നാൽ അവര് വിചാരപ്പെട്ടു പോയത് വിഷയത്തിന്മേൽ അവിടെ കടന്നു ചെന്നപ്പോൾ അത് കണ്ടത് കല്ല് ഉരുട്ടി മാറ്റിയതായി അവർ കാണുവാനിടയായി തീർന്നു. वहां हम देख सकते हैं ये लोग जब वहां पहुंच गया तो वो पत्थर को किसी ने लुटा दिया करके वो लोगों ने देखा। അവർ കല്ലറക്കകത്ത് കടന്നപ്പോൾ വെള്ളവസ്ത്രധാരിയായ ഒരു ബാല്യക്കാരൻ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. हालेलुया। उन्होंने जब कब्र के पास जब पहुंचा तो उनके दाहिने में एक व्यक्ति उधर बैठा हुआ है। വെള്ളവസ്ത്രധാരിയായ ഒരു ധരിച്ച ഒരു ബാല്യക്കാരൻ, सफेद वस्त्रों को पहनने वाला ये है जो पत्थर सर ने बोला, ये जो कब्र का जो असली फोटो यही है। അവൻ അവരോട് പറയാണ്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല എന്ന് അവരോട് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. वहां देख सकता है एक सफेद वस्त्रधारी एक व्यक्ति वहां जवान व्यक्ति वहां बैठ कर उनको बोल रहा है, तुम लोग क्रूस पर चढ़ाया गया यीशु मसीह को तुम लोग ढूंढते हो, वो जी उड़ा है, यहाँ नहीं है, देखो यही वो स्थान है जहां उन्होंने उसे रखा है। ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രശ്നം ഇവിടെ ഉദിക്കുന്ന ചോദ്യം, അവൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ? वहां एक सवाल हमारे लिए आ रहा है, अगर वो वहां नहीं है तो कहाँ है? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ മീറ്റിംഗിൽ നാം ചിന്തിച്ചു, അവൻ സ്വർഗത്തിലുണ്ട്. 115 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ അവൻ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു എന്ന് നാം വായിക്കുകയുണ്ടായി. हम पिछला हफ्ता 115 भजन संगीता उसके अंदर हमने पढ़ा, हमारा परमेश्वर स्वर्ग में है, उसने जो चाहा वही किया करता है। ആമേൻ. അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, എന്നിട്ട് അവൻ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ 2 വെള്ളവസ്ത്രധാരികളായ പുരുഷന്മാർ ഇങ്ങനെ പറഞ്ഞു, ഹേ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് ഈ സ്വർഗാരോഹണം ചെയ്ത യേശു താൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. हालेलुया। प्रेरितों का काम पहला अध्याय का 10 और 11 आयत।
10 और 11 वचन में लिखा है, जब यीशु मसीह जी उड़ रहा था, स्वर्ग की ओर आरोहण कर रहा था, तब यीशु मसीह उनसे हालेलुया आंखों से छिप लिया था। तब वहां हालेलुया दो आकाश की ओर ये लोग बड़े ताके रह रहे थे। तो देखो, दो पुरुष श्वेत वस्त्र पहने हुए थे, उन्होंने उनके पास आकर खड़ा हुए और कहने लगे, हे गलीली पुरुषों, तुम खड़े स्वर्ग की ओर देख रहे हैं हो, यही यीशु जो तुम्हारे पास से स्वर्ग पर उठा लिया गया है, जिस रीति से तुमने उसे स्वर्ग को जाते देखा है, उसी रीति से वह फिर आएगा। Praise the Lord. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ബഥാനിയാവോളം ശിഷ്യന്മാരെ അനുഗമിച്ചു, അവിടെ വെച്ച് അവരെ അനുഗ്രഹിച്ചു, എന്നിട്ട് അവർ കാണുകയാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്. यीशु मसीह स्वर्गारोहण करने से पहले चेले लोगों के साथ वो गया, वहां जाकर उन्होंने उनको आशीष दिया, उसके बाद वो वहां से स्वर्ग की ओर आरोहण हुआ। ഇത്ര മാത്രം അറിയേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും സ്വർഗത്തിൽ വസിക്കുന്നു. ये बार बार बोलने का मतलब क्या है कि हमारा प्रभु यीशु मसीह जी उठा है, वो स्वर्ग की ओर सबके सामने गया, वो आज भी जीवित है। അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ 8:34 എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. हालेलुया। 8:34 8 का 34 पर लिखा है, मसीह वो है जो मर गए वरन मुर्दों में से जीवी उठा है और परमेश्वर की दाहिनी ओर है और हमारे लिए निवेदन भी करता है। ആമേൻ. ഇതേ കാര്യം ഇബ്രായ ലേഖനത്തിൽ പൗലോസ് 10:12 രേഖപ്പെടുത്തിയിട്ടുണ്ട്. यही बात प्रेरित पौलुस इब्रानियों का पत्र 10 अध्याय उसका 12 वचन में भी लिखा है। ഹല്ലേലൂയ. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് यीशु तो पापों के बदले एक ही बलिदान सर्वदा के लिए बढ़ाकर परमेश्वर के दाहिने जा बैठा। ആമേൻ. ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. और उसी समय से इसकी बाढ़ जो रहा है कि उसके बैरी उसके पांवों के नीचे की पीढ़ी बने। ആമേൻ. ഈ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ താമസം വിനാ കടന്നു വരുമെന്നുള്ളത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. परमेश्वर की पवित्र वचन हमको शिक्षा देता है कि यही प्रभु यीशु मसीह अपनी बाढ़ जो होने वाला, प्रभु पर विश्वास कर कर बने रहने वाले लोगों को ले जाने के लिए बहुत जल्दी आने वाला है। ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കാൻ നിങ്ങൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായിട്ടുണ്ടോ? यीशु मसीह बहुत जल्दी बादलों में आने वाला, अपनी कलीसिया को ले जाने वाला है। अगर यीशु मसीह आएगा तो आप उस बादलों में यीशु मसीह के साथ जाएगा। ये आपके मन में कभी आया क्या? ഹല്ലേലൂയ. ഇന്ന് വരെ നിങ്ങൾ അതിനെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ട് പോയി, ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയിൽ വരുമെന്ന് അറിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. आज तक आप तैयार नहीं है तो आज प्रभु ने आपको मौका दे रहा। आज से वचन के अंदर लिखा है, मैं चोर की नहीं आऊंगा और अपना हालेलुया पवित्र लोगों को ले जाऊंगा। हम लोग छुड़ ना पाए, प्रभु के आगमन में जी उड़ना पाए, रूपांतर होने पाए। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒരു റെഫറൻസോടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. ആ വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കർത്താവ് പറഞ്ഞിട്ട് പോയതാണ്. ഈ ഒരു ലോകത്തിലെ ഒരു പ്രസ്ഥാനത്തിന്റെ ലീഡർ അല്ല, ഒരു സഭയുടെ നേതാവല്ല, ഈ ലോകത്തിലൊരു ലീഡർ അല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവ് സ്വയമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
यीशु मसीह ने अपनी चेले लोगों को, जब वो लोग परेशान थे यीशु मसीह की जी उठने का, क्रूसीकरण के बारे में जब बोला तो वो लोग बड़े परेशान थे। तब यीशु मसीह ने उनको बोला, तुम्हारा मन व्याकुल ना हो, तुम परमेश्वर पर विश्वास कर, मुझ पर भी विश्वास करो। मेरे पिता के घर में बहुत ऐसे रहने का स्थान है, यदि ना होते तो मैं तुमसे कह देता, क्योंकि मैं तुम्हारे लिए जगह तैयार करने जाता हूं। और यदि मैं जाकर तुम्हारे लिए जगह तैयार करूं तो फिर आकर तुम्हें अपने यहां ले जाऊंगा, कि जहां मैं रहूं वहां तुम भी रहो। ആമേൻ ഹല്ലേലൂയ. ഈ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയം നിറയുമാറാകട്ടെ. നമ്മുടെ മണവാളൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ താമസമിന തന്റെ സഭയെ ചേർക്കുവാൻ വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ്. इस आशा के साथ हमारी मन हमेशा भर जाना चाहिए, हमारा दूल्हा हमको ले जाने के लिए बहुत जल्दी बादलों में हालेलुया आने वाला है। उसको इंतजार में, तैयारी में रहे। നമ്മൾ ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തില. ഇനി എന്ന് കാണും, എപ്പോൾ വരും, എന്തായി തീരും എന്നുള്ളതായ ചിന്താവിഷയം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമായ ദൃഢനിശ്ചയം, വിശ്വാസം, വചനം നമുക്ക് തന്നിട്ടാ പോയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. അവന് പോഷ്ക് പറയുവാൻ മനുഷ്യനല്ല, അവൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കർത്താവ് താമസമിന വാനമേഘത്തിൽ എഴുന്നള്ളാറായി. हालेलुया। हम लोगों को विचार करने की जरूरत नहीं है। उन्होंने एक सभा का लीडर नहीं है, एक क्या बोलते हैं राजकीय नेता नहीं है, कुछ लोगों को लिए आया नहीं। सारे मानव जो उन पर विश्वास करते हैं, जो उन पर बाढ़ जोते हैं, जो उनके वचन के अनुसार जीवित रहते हैं, उनको ले जाने के लिए उनको डगमगाने की जरूरत नहीं है, परेशान होने की जरूरत नहीं है। ये कहानी नहीं है, हकीकत बात है, इतिहास के साथ जुड़े हुए बात है। ये जो व्यक्ति उनकी बाढ़ जोते हैं, उनको ले जाने के लिए वो बहुत जल्दी आएगा। आज या कल कभी ना कभी वो आएगा, हमको ले जाएगा। ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമുക്ക് പ്രത്യാശ തരുന്നത്. यही है हमको आशा देने वाली बात। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് സ്വർഗത്തിലാണ്. पहली बात, हमारा प्रभु कहाँ है? वो स्वर्ग में है। ആമേൻ ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ. രണ്ടാമത്തെ കാര്യം, അവൻ എവിടെ? ഹല്ലേലൂയ. നാം വായിക്കുന്നത്, ആമേൻ, അവൻ നിങ്ങളിലുണ്ട്, നമ്മളിലുണ്ട് എന്നുള്ള കാര്യമാണ്. दूसरी बात, वो कहाँ है? हम पढ़ते हैं कि वो हमारे अंदर है। ആമേൻ. 1 കൊരിന്ത്യർ 3:16 വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. हम लोग वचन जब पढ़ते उस पर लिखा है, क्या तुम नहीं जानते कि तुम परमेश्वर का मंदिर हो और परमेश्वर का आत्मा तुम में वास करते हैं? यदि कोई परमेश्वर की मंदिर को नाश करेगा तो परमेश्वर उसे नाश करेगा, क्योंकि परमेश्वर का मंदिर पवित्र है और वह तुम हो। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. हम जीवित परमेश्वर का मंदिर है। ആമേൻ. ആ മന്ദിരത്തിൽ ലോകപ്രകാരം നോക്കിയാൽ അവരുടെ ദൈവങ്ങൾ മന്ദിരത്തിലാണ്, ക്ഷേത്രത്തിലാണ് വസിക്കുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. दुनिया का हिसाब से देखेगा तो मंदिरों के अंदर देवी देवताएं होता है, मूर्तियां होता है। നമ്മുടെ കർത്താവ് നമ്മളിലാണ് വസിക്കുന്നത്. हमारा परमेश्वर, परमेश्वर बनाया हुआ मंदिर जो हम हैं, हमारे ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ നമ്മുടെ കർത്താവ് വസിക്കണമെങ്കിൽ, ആമേൻ, നാം വിശുദ്ധരായിരിക്കണം. हालेलुया। अगर परमेश्वर हम पर अगर वास करना है तो हम पवित्र होना जरूरी है।
എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. क्योंकि हमारा परमेश्वर पवित्र है. ആമേൻ. ഹല്ലേലൂയ. അശുദ്ധിയാൽ നിറയപ്പെട്ട് പാപാന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീണ്ടെടുക്കുവാനായി നമ്മുടെ കർത്താവ് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മളെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ അകൃത്യങ്ങളെ പാപങ്ങളെല്ലാം അവന് അകറ്റി ഹല്ലേലൂയ അവൻ നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് രാത്രികാലം ചിന്തിക്കണം. अंधकार की दुनिया में फंसे हुए थे, किसी मन को दया नहीं आए थे, तब हमको पाप से छुड़ाने के लिए धरती का कोई मन्नत, कोई भेंट, कोई भी पूजा पाठ नहीं हो पाता था. सर्वशक्तिमान पिता परमेश्वर जो मनुष्य को बनाने वाला हमारे ऊपर तरस खाया, उन्होंने जगत पर प्रभु यीशु मसीह को भेजा. उन्होंने काल्वरी क्रूस पर हमारे लिए बलिदान होकर यीशु मसीह की लहू हर एक पापों को शुद्ध करता है. उस वचन के अनुसार जो उन पर विश्वास करता है उनको वो अपनाकर अपना संतान बनाकर हमेशा स्वर्ग राज्य का वारिस बनाता है. आप परमेश्वर का संतान है. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനം വിശുദ്ധരായി തന്നെ കർത്താവിന്റെ വരവോളം ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. परमेश्वर का लोग यीशु मसीह का लहू के द्वारा शुद्ध पाया हुआ लोग परमेश्वर का वचन के अनुसार यीशु मसीह की आगमन तक पवित्रताई में बने रहना है. കാരണം വിശുദ്ധയായി ജീവിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. पवित्रताई के साथ जीवन नहीं बिताएगा तो स्वर्ग नहीं जा पाओगे. അണ്ടനെയും അടകോടനെയും സിഗരറ്റ് വലിക്കുന്നവനെയും സിനിമ കാണുന്നവനെയും പുക വലിക്കുന്നവനെയും കള്ളം പറയുന്നവരെയൊന്നും അങ്ങോട്ട് പ്രവേശിക്കാനുള്ള അനുവാദം ദൈവജനത്തിലില്ല. हालेलुया. पवित्र वचन कहता है जो प्रभु की पवित्र वचन शारीरिक इच्छा के अनुसार जो व्यक्ति जीते हैं ऐसे लोगों को हालेलुया प्रभु वहां प्रवेश होने नहीं देता. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എത്ര പൈസ കൊടുത്തു, പാസ്റ്റർക്ക് എത്ര കൊടുത്തു, സഭയ്ക്ക് എത്ര കൊടുത്തു, എത്ര ദിവസം ഉപവസിച്ചു, ഹല്ലേലൂയ, എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഇതിനൊന്നും മാന്യതയില്ല. മാന്യതയുള്ളത് നമ്മുടെ ജീവിതം വിശുദ്ധ ജീവിതമായിരുന്നോ എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. आप मसीह होने के बाद हर एक कार्यों को करते हैं, प्रभु के दासों को देते हैं, उनके द्वारा प्रार्थना कराते हैं, आलय में जाते हैं, लेकिन आपकी व्यक्तिगत जीव पाप के अनुसार अधीन में हो, शारीरिक इच्छा के अनुसार आप जीते हो, लेकिन स्वर्ग राज्य जाने के लिए आपके अंदर का योग्यता खत्म हो जाता है. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ പ്രൈവറ്റ് ലൈഫ്, പേഴ്സണൽ ലൈഫ് വളരെ വിശുദ്ധമായിരിക്കണം. हमारा व्यक्तिगत जीवन बहुत पवित्रताई के साथ होना बहुत जरूरी है. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവൻ നമ്മളെ തെരഞ്ഞെടുത്തത് എന്ന് വായിക്കുന്ന എഫേസ്യ ലേഖനം 1:4 നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. हम लोग रोज वचन क्यों पढ़ते हैं, रोज संध्या प्रार्थना में क्यों आते हैं, अलग अलग पास्टरों के द्वारा वचन क्यों सुनता है? पवित्र वचन इफिसियों का पत्र 1:4 पर बोल रहा है उसने हमें जगत के उत्पत्ति से पहले उसमें चुन लिया कि हम उसके निकट प्रेम में पवित्र और निर्दोष हो. അപ്പോൾ നമ്മെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി അവന്റെ സന്നിധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. हमको चुनने का मतलब हम पवित्र और निर्दोष बने रहे. आपको मसीह नाम का एक लेबल देकर दुनिया के सामने एक बार दिखाने के लिए नहीं, आप निष्कलंक और निष्कपट होकर जीवन बिताने के लिए है. എന്തുകൊണ്ടെന്നാൽ നമ്മളെ തെരഞ്ഞെടുത്ത നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വിശുദ്ധനാണ്. हमारा परमेश्वर जिन्होंने हमको चुना है, पाप की अंधकार में कीचड़ में से जो जिन्होंने हमको चुना वो पवित्र है, वो निष्कलंक है, वो निर्मल है. We should keep up the holiness at all time. നാം ഈ വിശുദ്ധി എല്ലാ സമയവും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. हमारे जीवन में पवित्रता ही हर समय हम बरकरार कर रखना है.
ആമേൻ. ദാനിയേലിനെ പറ്റി നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാമല്ലോ. दानिയേल करके जो भविष्यवक्ता है, जो नबी है, पुराना नियम में हम सब जानते हैं. അവനെ നെബൂഖദ്നേസർ രാജാവ് അടിമയാക്കി കൊണ്ടുവന്ന രാജസന്നിധിയിൽ ആമേൻ അവന് പ്രത്യേകമായ രാജാവിന്റെ ഭോജനവും വീഞ്ഞും അവന് കൊടുപ്പാനായിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. इस्राएल जन थे दानिയേल, और उनको गुलाम बनाकर नेबुकदनेस्सर राजा ने इस्राएल से बाबेल में लाए थे. वहां लाकर बड़े बुद्धिमान होने के, ज्ञानी लड़का होने की वजह से उनको राज पदवी में बैठाया और उनको राज पदवी का अनुसार का खाना पीना दिया. അപ്പോൾ ദാനിയേൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവൻ പറയുന്നത്, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. दानियल को जब जादी राजा का जो खाना है, जो मेज का खाना है, बड़े मीठा मीठा, बड़े बड़े मीट वाला, अरे सब कुछ तरी वाला भोजन है, और लेकिन इस भोजन को देखकर ये प्रभु ने दिया है, खा लो पी लो खूब आनंद मनाओ करके नहीं बोला. उन्होंने बोला, दानियल अपने मन में ठान लिया कि वह राजा का भोजन खाकर और उसके पीने का दाखमधु पीकर अपवित्र ना होऊंगा, इसलिए उसने खोजों के प्रधान से विनती की कि उसे अपवित्र ना होना पड़े. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരന്മാരെ, ദേവദാസന്മാരെ, ഒരു കാര്യം നിങ്ങളോട് എനിക്ക് അറിയിക്കുവാനുള്ളത്, സാഹചര്യം അനുസരിച്ച് നാം മറിയരുത്, നാം നിയമം വിട്ട് കളിക്കരുത്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിനെതിരായി ഒരു സ്റ്റെപ്പ് പോലും നാം ജീവിപ്പാൻ തുനിയരുത്. അത് അപകടമാണ്, അത് നമ്മളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. प्रभु की दासो, आज मुझसे द्वारा वचन सुनने वाला हर एक लोगों, मैं आपसे विनती करता हूं, परमेश्वर की पवित्र वचन, नया नियम पुराना नियम, परमेश्वर का व्यवस्था, उस व्यवस्था के विरुद्ध एक भी कार्य समय के अनुसार, अरे कोई नहीं देख रहा है, हालेलुया, मैं ये इसको करने से कोई फर्क नहीं पड़ता, सभी लोग करते हैं, बाद में क्षमा मांगते, इस तरीके से कोई गंदे काम ना करे, कोई अपवित्र वस्तुओं को इस्तेमाल ना करे, शैतान की कब्जे में फंस जाएंगे. Praise the Lord. അത് നാം എപ്പോഴും ഓർത്തിരിക്കണം. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. आपको पास्टर नहीं देख रहा है, आपका सीनियर पास्टर नहीं देख रहा, आपका विश्वासी नहीं देख रहा है, आपका सहवाड़ी नहीं देख रहा है, कोई बात नहीं, लेकिन आपके अंदर ये विचार होना चाहिए, मेरे प्रभु सर्वव्यापी है, सर्वज्ञानी है, सर्वशक्तिमान है, वो हमेशा मुझे देखते रहता है, उनकी नजर से मैं छुप नहीं सकता, मेरे को हिसाब उन्हीं को देना है, दुनिया को नहीं, इसलिए मैं अपनी आंख को कभी भी अपवित्र ना करूंगा, अशुद्ध ना करूंगा, ये निश्चय होना चाहिए. ഹല്ലേലൂയ. ഈ ഓർമ്മ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, പത്രോസിന്റെ ലേഖനം 1:14 പറയുന്നു, പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. हालेलुया. प्रेरित पत्रोस पवित्र वचन में लिखता है, आज्ञाकारी बालों को नहीं, अपना ज्ञानता के समय पर पुरानी अभिलाषाओं के सदृश्य न बनो, पर ऐसा तुम्हारे बुलाने वाला पवित्र है, वैसे ही तुम भी अपने सारे चाल चलन में पवित्र हो, क्योंकि लिखा है कि पवित्र बनो, क्योंकि परमेश्वर पवित्र है. ആമേൻ. ഞായറാഴ്ച ആരാധനയ്ക്കും വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കും വരുമ്പോൾ മാത്രമല്ല വിശുദ്ധരായിരിക്കേണ്ടത്. വെള്ളവസ്ത്രധാരികളായിട്ടിരുന്നാൽ നാം വിശുദ്ധരായി എന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. എല്ലാ നടപ്പിലും ഇവിടെ വായിച്ചത്, വിളിച്ചവന്റെ വിളിക്കനുസരണമായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്നാണ് അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. प्रेरित पौलुस
वचन के अंदर लिखा तुम्हारी हर एक चाल चलन में तुम पवित्र बनो, ताकि आपको प्रभु पवित्रता पे देखे ऐसा ना हो शुक्रवार को और रविवार को आराधना में आते हैं, आज हम कोई अपवित्र काम नहीं करेंगे करके तैयार करके चलो, ये नहीं कि बाकी दिन अपना मर्जी से चलो। आपको ध्यान करने वाला, आपको हमेशा देखने वाला एक प्रभु है, उनके सामने आपको पवित्रताई में चलना है। എല്ലാ നടപ്പിലും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ബജാറിൽ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ആ കൃഷി ചെയ്യാൻ പോകുമ്പോഴും ഏത് സ്ഥാനത്തായാലും നമുക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കും. എന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വിളിച്ചെടുത്ത ദൈവമുണ്ട്. അവന്റെ സന്നിധിയിൽ ഞാൻ വിശുദ്ധനായി ജീവിക്കണം, കാരണം എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നൊരു ചിന്താഗതി നമുക്കുണ്ടായിരിക്കണം. हालेलुया। हमारा हर चाल चलन में पवित्र होने का मतलब क्या है? हम उठते बैठते चलते फिरते खेती करते काम करते नौकरी करते गाड़ी चलाते हैं, हालेलुया, स्कूल में जाते कॉलेज में जाते हैं, सहपाठियों से बात करता है, दोस्तों के साथ उठना बैठना चलता फिरना करते हैं, हर जगह हमारा चाल चलन पवित्रताई के अनुसार हो, पवित्र वचन के अनुसार हो। ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനായി ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുത്തിട്ട് വേണം നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ. എന്തുകൊണ്ടെന്നാൽ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നാം വിശുദ്ധി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നാം ഈ ഓടിയതും അധ്വാനിച്ചതെല്ലാം വൃഥാവായി പോകും എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുകയില്ല. आज रात को प्रभु का चरणों में से उठने से पहले हमारा जीवन का हर एक गलतियों को प्रभु के सामने क्षमा मन करके, पिताजी मुझ पर क्षमा करो, मुझे माफ करो, मैं आपसे विनती करता हूं आगे ऐसा कोई भी गलत काम मेरे जीवन में ना हो। अगर ऐसा नहीं करेगा तो आपको जिस आशा के साथ, जिस प्रतीक्षा के साथ आप प्रभु की वचनों के पास आया, मसीह बना है स्वर्ग राज्य जाने के लिए, वहां से हम छुड़ सकता है। ആമേൻ. വിശുദ്ധി ഇല്ല എങ്കിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എബ്രായ ലേഖനം 12:14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. എബ്രായർ 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. प्रभु का पवित्र वचन ऐसा बताता है, सबसे मिल मिलाप रखना और उस पवित्रता की खोजी हो जिसके बिना कोई प्रभु को कदापि ना देखेगा। इब्रानी 12:14। ഈ വചനം നമ്മൾ വായിച്ചിരിക്കണം. കർത്താവിനെ കാണണോ അതോ ലോകപ്രകാരമുള്ളത് എന്തൊക്കെ കണ്ട് ജീവിച്ചാൽ മതിയോ? നമ്മുടെ പ്രശ്ന പരിഹാരം വേണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ, നമ്മുടെ തലമുറകൾ സത്യസന്ധരായി ജീവിക്കണമെങ്കിൽ, ദേശത്ത് നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കണമെങ്കിൽ നമ്മളെ കർത്താവിനെ കണ്ടുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. हालेलुया। हमारे जीवन में शांति वाले एक जीवन जीना हो, दुनिया के सामने आपको प्रभु की महिमा का गवाही बनना हो और प्रभु की इच्छा के अनुसार आपको जीवन बिताना है, स्वर्ग राज्य का वारिस बनाना हो, आपको पवित्रताई में चलना पड़ेगा। ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. पवित्रताई के बिना कोई भी प्रभु को नहीं देखता है। നമ്മുടെ കർത്താവിനെ കാണാതെ നമ്മുടെ പ്രശ്ന പരിഹാരം ഉണ്ടാകുകയില്ല. हालेलुया। हमारे जीवन का जो मकसद है प्रभु परमेश्वर को बिना देखे नहीं होगा। ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് ഹല്ലേലൂയ കർത്താവിനെ കാണണമെങ്കിൽ ഹല്ലേലൂയ ശുദ്ധീകരണം ആവശ്യമാണ്. हमारा प्रभु को अगर देखना है तो हमारे जीवन में पवित्रताई की जरूरत है। വീണ്ടും കർത്താവ് പഠിപ്പിച്ചതായ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. हालेलुया। हम मत्ती रचित सुसमाचार 5 अध्याय में हम पढ़ते हैं, जो हालेलुया धन्य है जिसके मन शुद्ध हो, क्योंकि वो परमेश्वर को देखेगा। ആമേൻ. നമുക്ക് നമ്മുടെ കർത്താവിനെ വിട്ട് ഒരു നിമിഷം പോലും ജീവിപ്പാനിടയായി തീരരുത്. हमारा प्रभु परमेश्वर का उपस्थिति के बिना एक पलक भी हम इधर उधर ना भटके।
ആമേൻ. ഹല്ലേലൂയ. ശുദ്ധീകരണത്തോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. पवित्रताई के साथ शुद्धिकरण के साथ जीवन बिताने के लिए प्रभु हमें आशीष देने पाए। അവൻ നിങ്ങളിലുണ്ട്. वो हमारे अंदर है। അവൻ നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. मैं परमेश्वर की मंदिर हूँ। ഈ ആലയത്തിൽ കർത്താവ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. इस मंदिर में परमेश्वर बनाया हुआ हमारे शरीर में परमेश्वर वास करना चाहते हैं। ഈ ആലയത്തെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വാക്യങ്ങളിൽ നിങ്ങൾ ദയവായി വീട്ടിൽ ചെന്ന് വായിക്കണം. നമ്മെ അശുദ്ധരാക്കുന്നത്, നമ്മെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മർക്കോസ് 7-ന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. हालेलुया। हमको उस वचन के अंदर लिखा है उनको मंदिर को अशुद्ध नहीं करना और उस अशुद्ध करने वाली वस्तुएं है हालेलुया, अर्थात मनुष्यों के मन से बुरी बुरी चिंता, व्यभिचार, चोरी, हत्या, परस्त्रीगमन, लोभ, दुष्टता, छल, लुष्पन, कुटिलता और निंदा, अभिमान और मूर्खता निकलती है। ऐसी चीजें ये मनुष्य के अंदर से निकलती है, ये मनुष्यों को अशुद्ध बनाता है। ഈ വായിച്ചതായ കാര്യങ്ങളിൽ ഏതെങ്കിലും നമ്മളുണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രികാല വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്യണം. आज ही रात को हम अपने आप को जांचे, ये पड़ा हुआ वस्तुओं में कोई भी स्वभाव हमारे जीवन में है या नहीं। ഹല്ലേലൂയ. പഴയ കാലത്ത് കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുൻപുള്ള ജീവിതത്തിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളായി തീർന്നതിന് ശേഷം ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ കാണുവാൻ പാടില്ല. हम पुराने जीवन में जो अज्ञान काल, जो नहीं जानते थे, उस समय ऐसे ऐसे कार्यों को हम करते जाते थे। लेकिन अभी अगर कोई प्रभु में है, नया सृष्टि है, पुराना खत्म, अभी हमारे जीवन में प्रभु से प्रार्थना करना है। ऐसे ऐसी जो गलत स्वभाव है जो हमारे शरीर को हालेलुया अशुद्ध करते हैं, अनेक स्वभावों को हमारे जीवन से दूर करना है। പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് നല്ലൊരു അന്ത്യം നമ്മുടെ വാഗ്ദത്ത ദേശത്തിൽ എത്തിച്ചേരുവാനിടയായിത്തീരും. ऐसा जीवन बिताएगा तो हमारे वायदा का देश में हम प्रवेश करेंगे, अपना प्रभु को देखेंगे। അപ്പോൾ ഒന്നാമത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലുണ്ട്. पहली बात, हमारा प्रभु यीशु मसीह स्वर्ग में है। രണ്ടാമത്തെ കാര്യം അവൻ നമ്മളിലുണ്ട്. दूसरी बात है वो हमारे अंदर है। മൂന്നാമത്തെ കാര്യം കൂടി വരുന്നവരുടെ നടുവിലുണ്ട്. तीसरी बात है जो इकट्ठे होते हैं उनके बीच में है। മത്തായി 18-ന്റെ 20-ാം വാക്യം. मत्ती रचित सुसमाचार 18 का 20। 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. जहां कभी भी, जहां 2 या 3 मेरे नाम पर इकट्ठे होते हैं, वहां मैं उनके बीच में होता हूं। പ്രൈസ് ദി ലോർഡ്. വലിയ കൂട്ടത്തിൽ ആൾക്കാർക്ക് ഒരു ചിന്താഗതിയുണ്ട്, വലിയ ആൾക്കാർ കൂടുന്നിടത്തേ കർത്താവ് വരത്തോളൂ എന്നൊരു ചിന്തയുണ്ട്. कभी कभी लोग विचार करते हैं बड़ी धनी लोग, सुंदर लोग इकट्ठे होते हैं, वहीं यीशु आएगा। ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന കൂട്ടത്തിൽ മാത്രമേ ദൈവം ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. कोई लोग सोचते हैं कि बहुत बड़ा भीड़ होना पड़ेगा, हजारों में सैकड़ों में लोग होना पड़ेगा, तभी यीशु मसीह आ पाएगा। ഇവിടെ എഴുതിയിരിക്കുന്ന 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ കർത്താവ് ഉണ്ടെന്നാണ്. यहाँ लिखा है 2 या 3 लोग मेरे नाम पर इकट्ठे होते हो, उनके बीच में मैं हूं। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയ കൂട്ടത്തിലും അവൻ വരും, അവന്റെ വാക്കിന് മാറ്റമില്ല. छोटे जुड़ के बीच में भी प्रभु आएगा, उनके वजन में कभी भी हालेलुया बदलते नहीं। കൂടി വരുന്നവരുടെ നടുവിൽ അവനുണ്ട്. जो लोग इकट्ठे होते हैं उनके बीच में प्रभु है। അതിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കുവാൻ നമുക്കിടയായി തീരണം. परमेश्वर को उपस्थिति को हम महसूस करना,
ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലുണ്ട്, അവൻ നിങ്ങളിലുണ്ട്, അവൻ കൂടി വരുന്നവരുടെ നടുവിലുണ്ട്. നാലാമതായി എല്ലാ നാളും കൂടെയുണ്ട്. हालेलुया। वो स्वर्ग में है, वो हमारे अंदर है, वो इकट्ठे होने वाले के बीच में है। और चौथा बात है, हर हमेशा हमारे साथ है। മത്തായി 28:20 मत्ती सुसमाचार 28 का 20 पे लिखा है, ഞാനോ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. मैं अनंत काल तक, जगत के अंत तक सर्वदा तुम्हारे संग रहूंगा। ആമേൻ. കർത്താവായ യേശു ക്രിസ്തു സ്വയമായി പറഞ്ഞ കാര്യമാണ്, ശിഷ്യന്മാർ കൊടുത്തതായ പ്രോമിസ് ആണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. यीशु मसीह अपनी मुंह से चेले लोगों को दिया हुआ वायदा है। उन्होंने बोला, मैं दुनिया का अंत तक, जगत के अंत तक तुम्हारे संग रहूंगा। അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ പ്രത്യാശ. वो है हमारा शक्ति, वही हमारा आशा है। ഹല്ലേലൂയ. നമ്മോട് കൂടെ എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞൊരു കർത്താവ് ഇന്ന് നമുക്കായി സ്വർഗത്തിൽ ജീവിക്കുന്നു. അതിനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. हमारे साथ हमेशा रहेंगे करके बोला हुआ प्रभु स्वर्ग में वास करता है। उनके लिए हम आशा के साथ बैठे और उनको धन्यवाद करें। ആ കൂട്ടുകാർ വിട്ടുപോകും, നാട്ടുകാർ വിട്ടുകളയും, മാതാപിതാക്കൾ നമ്മളെ ഉപേക്ഷിക്കും. ഹല്ലേലൂയ. ഒരു അമ്മ തന്നെ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ. എന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നാളും കൂടിയിരിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളതിനായി ദൈവത്തെ സ്തുതിക്കാം. हालेलुया। हमारा पापा मम्मी रिश्तेदार दोस्त लोग सब छोड़ देगा। वचन के अंदर एक मम्मी अपने बच्चे को भूल सकता है, चाहे भूल भी जाए, मैं कभी तुम्हें नहीं भूलूंगा, नहीं छोड़ूंगा। അവൻ നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട് വഴിയിൽ വിട്ട് കളയത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യം വരെ നടത്തുവാൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയെടുത്തവനായ യേശുവിനെ നോക്കി നമ്മുടെ വിശ്വാസം നയിപ്പാൻ നമുക്കിടയായി തീരട്ടെ. हालेलुया। वो हमको चुना हुआ प्रभु हमको अनाथ नहीं छोड़ेगा। उन्होंने हमको बुलाया है तो उन्होंने हमारे जीवन में अद्भुत कार्य करेगा। हालेलुया। वो हमारे लिए अपना जीवन दिया तो इस हमेशा हमारे जो विश्वास के कर्ता और सिद्ध करने वाले यीशु की ओर ताकते रहो। അവൻ സുഖത്തിലും ദുഃഖത്തിലും ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. आप अकेला हो या आप इकट्ठा हो या आप कहीं भी हो, हर समय आपके साथ रहने वाला प्रभु है। അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 48:14 പറയുന്നത്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. इसलिए भजन संगीता 48 का 14 पर लिखा है, ये परमेश्वर सदा सर्वदा हमारा परमेश्वर है, वो मृत्यु तक हमारी अगुवाई करेगा। ആമേൻ. കല്ലറയ്ക്കലെത്തിയതായ സഹോദരിമാരോട് ആ സ്വർഗദൂതൻ പറഞ്ഞത്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. प्रभु की खबर पर पहुंचा हुआ बहनों से स्वदस्तदारी स्वर्गदूत ने बोला, वो यहाँ नहीं है, वो जी उड़ा है। അപ്പോൾ അവരുടെ ഡൗട്ട് മാറ്റാനായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കും, അവൻ സ്വർഗത്തിലുണ്ട്. उसका शंका को दूर करने के लिए पवित्र वचन हमको बताता है, हमारा परमेश्वर स्वर्ग में है। അവൻ നിങ്ങളിലുണ്ട്. यहाँ बताता है कि वो हमारे अंदर है। നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. हम परमेश्वर की पवित्र मंदिर है। ഹല്ലേലൂയ. കൂടി വരുന്നവരുടെ നടുവിലുണ്ട്. वो जहाँ दो या तीन लोग इकट्ठे होते उनके बीच में है। എല്ലാ നാളും കൂടെയുണ്ട്. हर एक समय हमारे साथ रहता है। ഈ കർത്താവിതാ താമസം വിനാ നമ്മെ ചേർക്കുവാൻ കടന്നു വരുവാൻ പോവുകയാണ്. यीशु मसीह हमको बड़े जल्दी हमको ले जाने के लिए आने वाला है। നമുക്കതിനായി ഒരുങ്ങാം പ്രിയമുള്ളവരെ. हम उसके लिए तैयार होंगे। നാം ആരും കൈവിടപ്പെട്ടു പോകരുത്. हम में से कोई भी छूट न जाने पाए। അതിനുവേണ്ടി നമുക്ക് ഇതുവരെ ഒരുങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി കാലം തീരുമാനം എടുത്ത് ഒരുങ്ങാം. आज रात को हम निश्चय के साथ
प्रभु के सामने समर्पण के साथ, वायदा के साथ आगे बढ़े। ഹല്ലേലൂയ. അതിനായി കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. आगमन में सब लोगों को प्रभु के साथ जी उठने पाए, रूपांतर होने पाए, ये वचन के साथ मैं आज यहाँ समाप्त करता हूँ। थैंक यू पास्टर जी, अनुग्रहित वचन के लिए। प्रभु आपको बहुताय से आशीष दे। हम प्रार्थना करते हैं कलीसिया मिलकर। सर्वशक्तिमान पिता परमेश्वर, आपकी दास के लिए हम प्रार्थना करते, उनके द्वारा दिया हुआ अनुग्रहित वचन, पिताजी आप स्वर्ग में हैं, आप हमारे अंदर है, जहां हम 2 या 3 लोग रहते उनके बीच में हैं। हम सर्वदा हमेशा जगत का अंत तक आप हमारे बीच साथ है। पिताजी ऐसा वायदा करने वाला कोई नहीं है। आपके दास के द्वारा दिया हुआ अनुग्रहित वचन के लिए धन्यवाद। आपकी इसका शरीर का क्लेश को आप जानते हैं पिताजी। पिताजी कलीसिया को दिया हुआ अधिकार के अनुसार सांपों को, बिच्छुओं को, शैतान की हर एक ताकत को रोकने का अधिकार दिया। वो तुमको कभी कोई दोष हो न जन के अनुसार हम आपकी दास के लिए प्रार्थना करते हैं। बीमारियों को चंगा करने का, दुष्ट आत्मा को बाहर का अधिकार और सामर्थ्य के साथ पिताजी, आपकी दास का जो शुगर का लेवल बार बार कमजोर कम होते हैं, बढ़ते हैं, उसके लिए पिताजी हम प्रार्थना करते हैं। आपने दिया हुआ आयु इस धरती पर पूर्ण शक्ति के साथ, पूर्ण आत्मा के साथ, पूर्ण सामर्थ्य के साथ आपकी वचन का घोषणा करने के लिए, आपकी सेवकाई करने के लिए हम लोग कलीसिया मिलकर पिता, पुत्र और पवित्र आत्मा का नाम पर आशीष देते। यीशु के लहू में छुपा दासी के लिए, बच्चों के लिए भी प्रार्थना करते। महिमा आपको मिले, यीशु मसीह के पवित्र नाम मांगते हैं। आमीन आमीन। थैंक यू। Hallelujah. Praise the Lord.